നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കോടാലി താളൂപ്പാടം മുപ്പിളിയിൽ വീട്ടുമുറ്റത്ത് പുലിയിറങ്ങി. മുപ്പിളി ഓലിക്കൽ ജോസഫിന്റെ വീട്ടുമുറ്റത്താണ് പുലിയിറങ്ങിയത്. ദൃശ്യങ്ങൾ വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. മാള ബാർ റെസ്റ്റോറന്റിൽ പട്ടികജാതി യുവാവിന് നേരെ നടന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കേരള പുലയർ മഹാസഭ. അക്രമികൾക്കെതിരെ പട്ടികജാതി അതിക്രമം തടയൽ നിയമമനുസരിച്ച് കേസെടുക്കണമെന്ന് ശാന്ത ഗോപാലൻ. ദേശീയപാത 66 മതിലകം പുതിയകാവ് വളവിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. കോടാലി താളൂപ്പാടം മുപ്പിളിയിൽ വീട്ടുമുറ്റത്ത് പുലി ഇറങ്ങി. മുപ്പിളി ഓലിക്കൽ ജോസഫിന്റെ വീട്ടുമുറ്റത്താണ് പുലി ഇറങ്ങിയത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. പുലിയുടെ അലർച്ച കേട്ട് ജോസഫിന്റെ മകൻ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് വീട്ടുമുറ്റത്ത് പുള്ളിപ്പുലിയെ കണ്ടത്. പുലിയുടെ ദൃശ്യങ്ങൾ ഇവരുടെ വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. പുലിയെ കണ്ടതോടെ ജോസഫിന്റെ വീട്ടിലെയും പരിസരത്തെയും വളർത്തുനായ്ക്കൾ കൂട്ടത്തോടെ കുരയ്ക്കുന്നുണ്ടായിരുന്നു. വീട്ടുമുറ്റത്ത് പുലിയിറങ്ങിയതോടെ പരിസരവാസികളും ഭീതിയിലാണ്. നാട്ടുകാർ ഇഞ്ചക്കുണ്ട് ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചു. കുറച്ചു നാളുകൾക്ക് മുൻപ് മേഖലയിൽ പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നിരുന്നു. തിരുവോണ ദിവസം മാള ബാർ റെസ്റ്റോറന്റിൽ പട്ടികജാതി യുവാവിന് നേരെ നടന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കേരള പുലയർ മഹാസഭ മാളയിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം ശാന്ത ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴും ഈ ആധുനിക കാലഘട്ടത്തിലും പട്ടികജാതിക്കാർക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് പൊതുനിരത്തിലൂടെ ഇപ്പോഴും അവർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. എവിടെയും പട്ടിയെ തല്ലി ചതയ്ക്കുന്നത് പോലെ ചതയ്ക്കാം എന്നൊരു ധാരണയാണ് ഇവിടുത്തെ ബാർ ഉടമകൾക്കുള്ളതെങ്കിൽ അതിന് നിന്നുകൊടുക്കാൻ KPMS പോലെയുള്ള പ്രസ്ഥാനം കണ്ടു നിൽക്കില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ തുടക്കം കുറിച്ചത്. പട്ടികജാതി ജനതകൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ ദേശീയ വാർത്തകളാകുമ്പോൾ കേരളത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വരാതിരിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്വമാണെന്നും അക്രമികൾക്കെതിരെ പട്ടികവർഗ അതിക്രമം തടയൽ നിയമമനുസരിച്ച് കേസെടുക്കണമെന്ന് ശാന്തഗോപാലൻ പറഞ്ഞു. യൂണിയൻ പ്രസിഡന്റ് VK ബാബു അധ്യക്ഷത വഹിച്ചു. NK പ്രേമവാസൻ, ജനീഷ് കുറ്റിപ്പറമ്പത്ത്, KV രതീഷ്, VS ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ദേശീയപാത 66 മതിലകം പുതിയകാവ് വളവിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വയനാട് സ്വദേശി വിജേഷിനാണ് പരിക്കേറ്റത്. ഇയാളെ പുതിയകാവ് ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. എറണാകുളം ഭാഗത്തേക്ക് തേയിലയുമായി പോയിരുന്ന ലോറി വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട ഇലക്ട്രിസിറ്റി പോസ്റ്റും ഇടിച്ചു തകർത്താണ് മറിഞ്ഞത്. സമീപത്തെ 2 കടകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 1 മാസം മുൻപും ഇതേ സ്ഥലത്ത് കാർ അപകടത്തിൽപ്പെട്ടിരുന്നു. ഫയർഫോഴ്സും മതിലകം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ആധുനിക സംവിധാനങ്ങളെ സമഗ്രമായി വിഭാവനം ചെയ്യുവാൻ KPMSന് കഴിയണമെന്ന് കവിയും എഴുത്തുകാരിയുമായ സതി അങ്കമാലി പറഞ്ഞു. KPMS മാള യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ നടന്ന അയ്യൻകാളി ജയന്തി ആഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ന് നമ്മൾ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ നയിച്ചത് അല്ലെങ്കിൽ നമ്മളെ നടത്തിച്ചത് ധരിക്കാനുള്ള വസ്ത്രത്തിനും കുടിക്കാനുള്ള വെള്ളത്തിനും ഇരിക്കാനുള്ള ഇരിപ്പിടത്തിനും നടക്കാനുള്ള വഴിക്കും പഠിക്കാനുള്ള അക്ഷരത്തിനുമൊക്കെ സമരം ചെയ്യേണ്ടി വന്ന ഒരു ജനതയുടെ പിന്മുറക്കാരാണ് നമ്മൾ. നമ്മൾ ഇപ്പോൾ പ്രേമാഷ് ഇവിടെ സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായിരുന്നു, നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ അറിയാത്തൊരു അയ്യങ്കാളിയെ ആയിരിക്കും സതി അങ്കമാലി നിങ്ങളോട് പറയുന്നത് എന്ന്. നമ്മൾ അറിഞ്ഞ അയ്യങ്കാളി ആരാണ്? നിങ്ങളിൽ എത്ര ശതമാനം അയ്യങ്കാളി ഉണ്ട് എന്നുള്ളതിനെ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സമുദായ പ്രവർത്തനത്തെയും സാമൂഹ്യ പ്രവർത്തനത്തെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. യൂണിയൻ പ്രസിഡന്റ് VK ബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PN സുരൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിച്ചു. മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് വാങ്ങിയ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ MC ബിജു, നോവലിസ്റ്റ് MC സുബ്രഹ്മണ്യൻ, കവി പ്രദീപ് സംവേദിക, സംസ്ഥാന കമ്മിറ്റി അംഗം ശാന്ത ഗോപാലൻ എന്നിവരെ യോഗം ആദരിച്ചു. NK പ്രേമവാസൻ, ശശി കൊരട്ടി, KP ശോഭന, ജനീഷ് കുറ്റിപ്പറമ്പത്ത് എന്നിവർ സംസാരിച്ചു.
കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ ചിങ്ങക്കാഴ്ച 1200ന്റെ ഭാഗമായി നാട്ടുപൂക്കള മത്സരം സംഘടിപ്പിച്ചു. കമ്പോളങ്ങളിൽ നിന്നുള്ള പൂക്കൾ തീർത്തും ഒഴിവാക്കി ഇതളുകൾ അടർത്താതെയും അരിഞ്ഞിടാതെയും നാട്ടുപൂക്കൾ മാത്രം പൂർണ്ണരൂപത്തിൽ ഉപയോഗിച്ചാണ് കളം ഒരുക്കിയത്. ഗ്രാമിക അക്കാദമി വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, ഗ്രാമവാസികൾ എന്നിവർ മത്സരത്തിൽ പങ്കെടുത്തു. വ്യത്യസ്തമായ പൂക്കളും ഇലകളും ഉപയോഗിച്ചൊരുക്കിയ കളങ്ങൾ വേറിട്ട കാഴ്ചയായി. 1 മുതൽ 10ാം സ്ഥാനം വരെയുള്ള വിജയികൾക്ക് ചിങ്ങക്കാഴ്ച പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഇന്ന് സെപ്റ്റംബർ 18 ലോക മുള ദിനം. മുള മണ്ണിന്റെ സുരക്ഷാ കവചമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ ഫലപ്രദമായി നേരിടുന്നതിൽ മുളകൾ കേരളത്തിന് മുതൽക്കൂട്ടാകും. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ മുളദിനം ആഘോഷിച്ചു. ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ അധ്യക്ഷത വഹിച്ചു. വനമിത്ര അവാർഡ് ജേതാവ് VK ശ്രീധരൻ മുളദിന സന്ദേശം നൽകി. സഹായകമായി വർദ്ധിച്ചത് അതിലാദ്യമായിട്ട് അവിടുത്തെ നോർത്ത് ഈസ്റ്റിലെ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഗോത്രവർഗക്കാരുടെ കലാപരിപാടികൾ മാത്രം ഉൾക്കൊള്ളുന്നതായിരുന്നു. പക്ഷേ ഞാനും ഉണ്ണികൃഷ്ണൻ പാക്കലാരും കൂടിയാണ് ആദ്യമായിട്ട് 2010 നാഗാലാൻഡിലെ കൊഹിമയിൽ പോയിട്ട് ഈ ബാംബൂസിൻ പണി അവതരിപ്പിച്ചത്. അങ്ങനെ ലോകത്തിനൊരു ദിശാബോധം നൽകാനും നമ്മുടെ നൈസർഗികമായ വനങ്ങളുടെ സംരക്ഷണത്തിനും നമ്മുടെ ജീവൻ്റെ തുടിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയും ആഹാരമായും ഔഷധമായും കരകൗശലങ്ങളായും വാസഗൃഹങ്ങളായും അതുപോലെയുള്ള ശവസംസ്കാര ചടങ്ങ് മുതലുള്ള കാര്യങ്ങളിലേക്ക് വിസ്തൃതമായിട്ട് ഞാൻ വിവരിക്കുന്നില്ല. ഏകദേശം 7000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മുള നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ഫെസ്റ്റിവൽ സ്ഥാപക ഡയറക്ടർ ഉണ്ണികൃഷ്ണ പാക്കന്, PB ഋഷികേശൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കോടാലി താളൂപ്പാടം മുപ്പിളിയിൽ വീട്ടുമുറ്റത്ത് പുലിയിറങ്ങി. മുപ്പിളി ഓലിക്കൽ ജോസഫിന്റെ വീട്ടുമുറ്റത്താണ് പുലിയിറങ്ങിയത്. ദൃശ്യങ്ങൾ വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. മാള ബാർ റെസ്റ്റോറന്റിൽ പട്ടികജാതി യുവാവിന് നേരെ നടന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കേരള പുലയർ മഹാസഭ. അക്രമികൾക്കെതിരെ പട്ടികജാതി അതിക്രമം തടയൽ നിയമമനുസരിച്ച് കേസെടുക്കണമെന്ന് ശാന്ത ഗോപാലൻ. ദേശീയപാത 66 മതിലകം പുതിയകാവ് വളവിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.